ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം കാര്യക്ഷമത കൈവരുത്തൽ. ഏത് പദ്ധതിയും പരിപാടിയും വിജയിക്കണമെങ്കിൽ കാര്യക്ഷമതയുള്ളവൻ തലപ്പത്ത് വരണം. ഗവൺമെൻറ് ഓഫീസായാലും പൊതുസ്ഥാപനമായാലും ഇക്കാര്യം സത്യമാണ്. നമ്മുടെ പല പദ്ധതികളും കൊട്ടും കുരവയുമായി ആഘോഷപൂർവ്വം ആരംഭിക്കും. നേതൃത്വത്തിൻ്റെ കൊടും കാര്യസ്ഥത മൂലം അവ വേഗത്തിൽ പരാജയത്തിലെത്തുന്നു. ചിലർ ബിസിനസ്സിൽ അഭിവൃദ്ധി നേടുന്നു, മറ്റു ചിലർ ഔദ്യോഗിക രംഗത്ത് കുതിച്ചുയരുന്നു. വേറെ ചിലർ പൊതുജീവിതത്തിൽ പ്രസിദ്ധിയും അംഗീകാരവും പിടിച്ചു വരുത്തുന്നു. മറ്റു പലർക്കും നേടാൻ കഴിയാത്ത പദവിയും അധികാര വലിപ്പവും അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വളർത്തിയെടുത്ത കാര്യക്ഷമതയാണ് അതിന് കാരണം. എന്താണ് കാര്യക്ഷമത? അത് പല ഗുണങ്ങളുടെ ഒരു സമ്മേളനമാണ്. ആ ഗുണങ്ങൾ നിരന്തരമായ പരിശീലനം കൊണ്ടും ജാഗ്രതയോടുകൂടിയ പരിശ്രമം കൊണ്ടും സമ്പാദിക്കാവുന്നതാണ്. അല്ലാതെ ഭാഗ്യദേവത ആരുടെയും തലയിൽ വെച്ചിട്ട് പോകുന്നതല്ല. എന്താണ് ആ ഗുണങ്ങൾ? 1. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി അറിയുന്നതിനുള്ള കഴിവ്. കണ്ണും കാതും പൂട്ടി നടന്നാൽ അത് സാധ്യമല്ല. നിസ്സംഗഭാവവും ആശ്വാസ്യമല്ല. നമ്പർ 2. അതീവ താല്പര്യത്തോടും കൂടി വസ്തുതകൾ ഗ്രഹിക്കാൻ ശ്രമിക്കണം. പൊതുവായ ഒരു ഏകദേശ ധാരണയല്ല, വസ്തുതകളെ വിശദമായി മനസ്സിലാക്കി അതിലേക്ക് കടന്നുള്ള അറിവാണ് ആവശ്യം. ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആവശ്യം വേണ്ടതാണ്. ഏതെങ്കിലും ഒരു പരിപാടിയുടെ ചുമതല നിങ്ങളെ ഏൽപ്പിച്ചു എന്നിരിക്കട്ടെ. അത് വിജയിക്കണമെങ്കിൽ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളെക്കുറിച്ചും ചിന്തിച്ച് തീരുമാനിക്കേണ്ടതാണ്. 3. വിശദാംശങ്ങളെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ട് മാത്രമായില്ല, കാര്യത്തിൻ്റെ പല വശങ്ങളും തമ്മിലുള്ള ബന്ധവും പൊരുത്തവും കണക്കിലെടുക്കണം. മാത്രമല്ല, അവയുടെ മുൻഗണനാക്രമവും തീർച്ചപ്പെടുത്തേണ്ടതുണ്ട്. എന്തിനാണ് കൂടുതൽ ശ്രമവും ശ്രദ്ധയും വേണ്ടതെന്നും ഏത് ക്രമത്തിലാണ് അവ നടപ്പാക്കേണ്ടത് എന്നും ചിന്തിച്ച് ഉറപ്പിക്കേണ്ടതുണ്ട്. നമ്പർ 4. ഭാവനാശക്തി കാര്യക്ഷമതയുടെ പ്രധാന ഘടകമാണ്. മുൻകൂട്ടി കാര്യങ്ങളെ കാണാനും ഓരോ സാഹചര്യവും എങ്ങനെ തിരിച്ചുവിടാൻ കഴിയുമെന്നതും ഓർക്കണം. പ്രതികൂല സാഹചര്യങ്ങളെയും മുന്നിൽ കാണണം. ചിലപ്പോൾ കാര്യസാധ്യത്തിന് പുതിയ മാർഗങ്ങൾ തേടേണ്ടി വരും. വളർച്ചയ്ക്ക് ഉതകുന്ന പുതിയ പദ്ധതികളും കർമ്മമാർഗങ്ങളും ആസൂത്രണം ചെയ്യാൻ കഴിയണം. നമ്പർ 5. കൂർമ്മമായ ഓർമ്മശക്തി കാര്യക്ഷമതയ്ക്ക് ഏറെ സഹായകമാണ്. പേരുകളും സ്ഥലങ്ങളും സംഭവങ്ങളും സ്ഥിതി വിവര കണക്കുകളുടെയെല്ലാം കൃത്യമായി ഓർത്തിരിക്കാൻ കഴിവുള്ള ചിലരെ നമുക്ക് സമൂഹത്തിൽ കാണാം. അനുഗ്രഹീതരാണവർ. എല്ലാവർക്കും അത് സാധിച്ചു എന്ന് വരികയില്ല. എന്നാൽ അവയൊക്കെ കുറിച്ചു വച്ച് വീണ്ടും വീണ്ടും ഓർമ്മയിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചാൽ ഏറെ വിജയിക്കും. ഒരു സ്ഥാപനത്തിൻ്റെ കീഴിൽ പണിയെടുക്കുന്നവരുടെ പേരും അവരെപ്പറ്റിയുള്ള വിവരങ്ങളും അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ്. അത് സഹായിക്കും. നല്ല മനുഷ്യബന്ധങ്ങൾ ഏത് സ്ഥാപനത്തിൻ്റെയും കാര്യക്ഷമതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. വേഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നത് ഒരു വലിയ കഴിവാണ്. നമ്പർ 5. എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ചെയ്യേണ്ടത്? എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് നിരീക്ഷിക്കാൻ കഴിയാത്തവർ ഒരാൾക്ക് പദ്ധതിയിൽ വിജയിക്കുവാനോ കഴിയുകയില്ല. പറഞ്ഞതുകൊണ്ട് ഉപരിപ്ലവമായി തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതുമില്ല. കാര്യങ്ങൾ വെച്ച് നീട്ടി വലിച്ച് ഇഴയ്ക്കുന്നവർ തങ്ങളുടെ അപ്രാപ്തി വെളിപ്പെടുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. തക്ക സമയത്ത് തക്ക തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നവരുടെ നേതൃത്വം ആദരിക്കപ്പെടും.
നെപ്പോളിയനും ഗാന്ധിയും എല്ലാം അത് കഴിഞ്ഞിരിക്കുന്നു. നമ്പർ 7, ക്ഷണത്തിൽ തീരുമാനമെടുത്താൽ മാത്രം പോരാ, അവ വേഗത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം. ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് നിശ്ചയമായും ചെയ്തിരിക്കും എന്ന വിശ്വാസം മറ്റുള്ളവരിൽ ഉളവാക്കണം. ഇപ്പറഞ്ഞവയെല്ലാം നമുക്ക് ഓരോരുത്തർക്കും സമ്പാദിക്കാവുന്ന ഗുണങ്ങളാണ്. ജീവിതത്തിൽ പുരോഗതിയും സന്തോഷവും ആഗ്രഹിക്കുന്നവരാണല്ലോ നാമെല്ലാം. അത് സാധിക്കുന്നതിന് മേൽപ്പറഞ്ഞ ഗുണങ്ങൾ വളർത്തിയെടുക്കാനുള്ള ആത്മാർത്ഥ ശ്രമം നമ്മിലുണ്ടാകട്ടെ.